ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുരുത്തം കെട്ട പിള്ളേരെക്കുറിച്ച് ഹെഡ് മാസ്റ്ററോട് പരാതി പറയുന്ന അധ്യാപകർ സാധാരണമാണ്. അത്തരമൊരു പരാതിയുമായി സയനിസ്റ്റുകൾ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലായ UNSCയുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. പാതിരാത്രിയിൽ പതുങ്ങി വന്ന് ആക്രമിച്ചു പോകുന്ന യമനിലെ അൻസറുള്ള സൈന്യത്തിൻ്റെ മിസൈലുകളെ തടയാനുള്ള ഒരു വഴി കണ്ടെത്തി തരണം എന്നാണ് ഈ സയനിസ്റ്റുകൾ UNSCയിൽ പരാതിപ്പെട്ടിരിക്കുന്നത്. ഈ പരാതി പ്രകാരം ഡിസംബർ 30 തിങ്കളാഴ്ച ഈ UNSC ഒരു സമ്മേളനം കൂടുകയാണ്. വിഷയം പൂച്ചയ്ക്കാര് മണി കെട്ടും. ഈ പേര് തന്നെയായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്ര വലിയൊരു പ്രശ്നത്തിലാണ് ഇപ്പോൾ ഈ സയനിസ്റ്റുകൾ നീക്കുന്നത്. UNSCയുടെ നിലവിലെ പ്രസിഡന്റും അമേരിക്കൻ അംബാസഡറുമായ ലിൻഡ തോമസ് പറയുന്നത് അമേരിക്കയും ഇക്കാര്യത്തിൽ വളരെ ദുഃഖിതനാണ് എന്നാണ്. അതോടൊപ്പം നിസ്സഹായമായ ഒരു അനിശ്ചിതത്വം സിയോൺ താഴ്വരകളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് ഞാൻ അറിയിക്കട്ടെ. ഈ ഹൂത്തികളെ കാരണം ഗസയിലെ നിരാലംബരായ ആളുകളെ സയനിസ്റ്റുകൾക്ക് ഇപ്പോൾ ചങ്കുറപ്പോടെ കൊല്ലാൻ കഴിയുന്നില്ല എന്നൊരു ദുഃഖം ബാക്കി നിൽക്കുകയാണ്. വളരെ വിഷമത്തിലാണ് അവർ അക്കാര്യത്തിൽ. ആകപ്പാടെ ഒരു കൈവിറയിൽ. അതിനല്ല ഈ ഉറക്കച്ചടവോടെ ബങ്കറുകളിലേക്ക് ഇസ്രായേലികൾ ഓടി മടുത്തു. ഈ ഓട്ടത്തിനിടയിൽ വീഴുന്ന കാര്യമൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഓടി പരിക്കൊക്കെ പറ്റുന്നുണ്ട് മിസൈൽ വീഴുമ്പോഴേ. ഈ ഓട്ടത്തിനും ഈ വിറയലിനുമൊക്കെ ഒരു അറുതി ഉണ്ടാക്കി തരണം എന്ന് UNSCയുടെ വാതിലിൽ നിലവിളിച്ചുകൊണ്ട് നെതന്യാഹു കുത്തിയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും കൂടെ എനിക്കൊരു വഴി പറഞ്ഞല്ല, എന്നെ സഹായിക്കേ, ഞങ്ങളൊരു മനുഷ്യരെ മനസ്സമാനത്തോടെ ഒന്ന് കൊല്ലട്ടെ എന്നാണ് അവർ ചോദിക്കുന്നത്. കാരണം ഹൂത്തികളെ കൊണ്ട് ശല്യം അത്ര അധികമായിരിക്കുകയാണ്. ഗസയിലെ പലസ്തീനികൾക്കെതിരായുള്ള സയനിസ്റ്റുകളുടെ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് നിരന്തരമായി ഹൂത്തികൾ ഇസ്രായേലിലേക്ക് ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ചക്കിടയിൽ തന്നെ 5ാമത്തെ തവണയാണ് ഇന്നലെ ആക്രമിച്ചത്. ഈ ആവർത്തിച്ചുള്ള ആക്രമണം ഇസ്രായേലിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെ മുഴുവൻ തകർത്തിരിക്കുകയാണ്. അത് ഇസ്രായേലിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ വിഷമം ഇസ്രായേൽ ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട്. ജാഫയിലെ സൈനിക കേന്ദ്രങ്ങൾ, അഷ്കലോണിലെ വ്യവസായ കേന്ദ്രങ്ങൾ, ഹൈഫ തുറമുഖം, മൊത്തമായി തന്നെ ടെല്ലവീവ് മുഴുവൻ ഈ ഹൂത്തികളുടെ മിസൈലുകൾ എത്താത്ത ഒരു സ്ഥലവും ഇനി ഇസ്രായേൽ ഇല്ല എന്ന് തന്നെയാണ് സത്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടിസ്ഥാന സൗകര്യം മുഴുവൻ തകർന്നിരിക്കുകയാണ്. ഈ ടെല്ലവീവിലൊന്നും കറണ്ടും വെള്ളവും ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ്. എപ്പോഴും പ്രശ്നങ്ങൾ തന്നെയാണത്. സ്ഥിരമായിട്ട് മിസൈൽ വീഴുന്നതുകൊണ്ട് എപ്പോഴും നന്നാക്കി ശരിയാക്കി എടുക്കാനാണ്. വൈദ്യുതി, വെള്ളം എല്ലാം തകരാറിലായി എന്ന് ഇസ്രായേൽ തന്നെ സമ്മതിക്കുന്നുണ്ട്. അതുതന്നെയല്ല, ഈ പരാതിയുമായി ഈ സയനിസ്റ്റുകൾ UNSCയെ സമീപിക്കാൻ പ്രധാന കാരണം ഹൂത്തികളുടെ ഒരു ഭീഷണിയാണ്. വേണ്ടി വന്നാൽ ഇസ്രായേലിൻ്റെ ആണവ നിലയങ്ങൾ ഞങ്ങൾ ആക്രമിക്കുമെന്ന് ഹൂത്തികൾ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. 1-2 ബാലിസ്റ്റിക് മിസൈലിന് നിസ്സാരമായി ആ കൃത്യം നിർവഹിക്കാൻ കഴിയും. അത് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്ന് ഹൂത്തികൾ താക്കീത് ചെയ്തിട്ടുണ്ട്. ഈ ഹൂത്തികളെ സംബന്ധിച്ച് അവർ പറഞ്ഞാൽ ചെയ്യുന്ന ആൾക്കാരാട്ടോ. അവന്മാർ ഇതുവരെ പറഞ്ഞെല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതും ചിലപ്പോൾ അടുത്ത ദിവസം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇസ്രായേൽ ഇത് അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ ചെയ്യും. അങ്ങനെ എങ്ങാനും ഒരു ആക്രമണം ഉണ്ടായാലേ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇസ്രായേൽ എന്ന രാജ്യം പിന്നെ ഉണ്ടാവില്ല. ഇസ്രായേൽ മാത്രമല്ല, ഈ ഗസ, ഈജിപ്റ്റ്, ലെബനോൻ്റെ ഭാഗങ്ങൾ, സിറിയയുടെ ഭാഗങ്ങൾ, ഇവിടെയെല്ലാം ഇതിൻ്റെ ഈ അണുവീകരണം ബാധിക്കും. വൻ ആൾനാശമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇസ്രായേൽ പിന്നെ കാണുകയല്ലോ, നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു ഭീഷണിയിൽ ഇസ്രായേൽ ശരിക്കും ഭയന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ UNSCയിൽ പരാതിപ്പെട്ടിരിക്കുന്നത്. എല്ലാവരും കൂടി തീരുമാനം ഉണ്ടാക്കിത്താ എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി ജീവിക്കാനൊന്നും പറ്റുകയില്ല, ഉമ്മാരെ കൊണ്ട് ഒരു രക്ഷയില്ല എന്നുള്ള രീതിയിൽ. എന്നാൽ ഈ ഹൂത്തികളുടെ ആക്രമണത്തെ തടയാൻ വേണ്ടി ഇറാനെ ആക്രമിക്കാനാണ് മൊസാദിൻ്റെ തലവൻ ഡേവിഡ് ബെർണിയ നെതന്യാഹുവിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇറാനെ കയറി ആക്രമിക്കാം, അപ്പോൾ പിന്നെ അവിടെ നിന്ന് ആയുധങ്ങളൊന്നും കിട്ടുമല്ലോ ഹൂത്തികൾക്ക്, അങ്ങനെ നമുക്ക് ഈ ഹൂത്തികളെ നശിപ്പിക്കാം. എന്നാൽ ട്രംപ് പറഞ്ഞത് അപകടകരമായ ആ പണിക്ക് പോകരുതെന്ന് നെതന്യാഹുവിനെ ഉപദേശിച്ചിരിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ എങ്ങാനും ഒരു മണ്ടത്തരം തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ നാശമായിരിക്കുമെന്ന് ട്രംപും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇവനൊന്നും പറയുന്ന കേൾക്കരുത് എന്നാണ് ട്രംപ് പറയുന്നത്. മൊസാദ് കാര്യം നിങ്ങളുടെ മൊസാദിൻ്റെ തലവനൊക്കെയാണ്.
പക്ഷേ മണ്ടത്തരാണ് വിളിച്ചു പറയുന്നത്. അതുതന്നെയല്ല, ഈ ഹൂത്തികൾക്ക് അവസാന അംഗത്തിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുതെന്നും ട്രംപ് പ്രത്യേകം പറയുന്നുണ്ട്. കാരണം അവർക്ക് പിന്നെ ഒന്നും നോക്കാനുണ്ടാവില്ല, അവർ തലങ്ങും വിലങ്ങും കയറി അലക്കിക്കളയും. എന്നാൽ യൂറോപ്പിലെ മിക്ക രാഷ്ട്രങ്ങൾ ചോദിക്കുന്നത്, നിങ്ങളെന്തിനാണ് ഇവിടെ ഒന്ന് കരയുന്നത്? നിങ്ങൾ ആ ഗസയുള്ള ആക്രമണം അങ്ങ് നിർത്തിയാൽ പോരെ? നിങ്ങൾ ഗസ ആക്രമണം നിർത്തിക്കഴിഞ്ഞാൽ ഹൂത്തികളും നിർത്തും. അവരങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്, ഗസയെ നിങ്ങൾ ആക്രമിക്കും തോറും ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കും എന്ന് ഹൂത്തികൾ പല തവണ നിങ്ങൾക്ക് വാൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളതനുസരിക്കില്ല. നിങ്ങൾക്ക് സുഗമമായിട്ട് ഗസയെ ആക്രമിക്കണം, അതിന് നിങ്ങളുടെ മേലൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അതിലെ നിങ്ങളിപ്പോൾ ഈ കരഞ്ഞു വിളിച്ചോട് വന്നിരിക്കുന്നത് എന്നാണ് യൂറോപ്പിലെ മിക്ക രാഷ്ട്രങ്ങൾ ചോദിക്കുന്നത്. കാരണം അവരൊക്കെ എതിർപ്പുണ്ടല്ലോ ഇസ്രായേലിൻ്റെ ഈ ഏകാധിപത്യ ആക്രമണം. ഇതിൽ അവർക്കൊക്കെ നല്ല എതിർപ്പുണ്ട്, മനുഷ്യത്വമുള്ളവരുണ്ടല്ലോ ഈ കൂട്ടത്തിൽ. പിന്നെ ഇതുവരെ എല്ലാവരും കൂടെ യൂണിയൻ ആയി കഴിയുമ്പോൾ മീറ്റിംഗ് കൂടുമ്പോൾ കൂടാതിരിക്കാനൊക്കെ അല്ല, അതുകൊണ്ട് എല്ലാവരും വരും. അവിടെ ഏതൊരു അഭിപ്രായം ഉണ്ടാവും, 30-ാം തീയതി കേൾക്കാം നമുക്ക്. അതോടൊപ്പം ഈ അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെ യമനിൽ നേരത്തെ നടത്തിയ 3 സ്ട്രൈക്കുകളും യാതൊരു ഫലവും കണ്ടില്ല. അപ്പോൾ ഇനി ആക്രമിച്ചിട്ട് എന്നാ കാര്യം ഇരിക്കുന്നു? അവർക്കത് ബാധിക്കുന്നൊന്നുമില്ല എന്നുള്ളതാണ് ഉമ്മാർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ പ്രാദേശിക ചാനലായ വൈനെറ്റ് പറയുന്നത് ഹൂത്തികൾ പൊട്ടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് എന്നാണ് ഇസ്രായേലിൻ്റെ അഭിപ്രായം എന്നാണ്. അതായത് ഇറാൻ്റെ മറ്റ് ഷിയ പ്രോക്സി ഗ്രൂപ്പുകളിൽ നിന്നും വിഭിന്നമായിട്ട് ഈ ഹൂത്തികൾ വിറളി പൂണ്ടവരാണ് എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. ഇവന്മാർക്ക് യാതൊരു വെളിവുമില്ലെന്നാണ് അവർ പറയുന്നത്. അവരെ ഒന്നും ആർക്കും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം നമുക്ക് ഈ ബാധിക്കുന്നവരല്ലേ എന്തെങ്കിലും നമുക്ക് കൂടുതൽ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് ഇവന്മാരെ എത്ര അടിച്ചാലും അവന്മാർക്കൊരു പ്രശ്നമേ ഇല്ല. അതോടൊപ്പം ഇസ്രായേലിലെ പ്രമുഖ ജേർണലിസ്റ്റായ യാനോവ് സ്ലോവ്സ്കി പറയുന്നത് ഹൂത്തികൾക്ക് ആധുനിക ലോകം പരിചയമില്ലാത്തവരാണെന്നാണ്. എന്നാൽ അവർ ഏറ്റവും അത്യന്താധുനികമായ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അതാണ് വിചിത്രമായത്. അവർക്ക് നല്ല യുദ്ധപരിചയമുള്ള ഗറില്ലകളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഗറില്ലകൾക്ക് ആക്രമണത്തിന് ശേഷം യമൻ്റെ മലനിരകളിലും മണ്ണിനടിയിൽ ഒളിക്കാൻ കഴിയും. ഇവർ അഫ്ഗാനിലെ താലിബാനികളെ പോലെയാണ്. അതുകൊണ്ട് അവർക്ക് മേൽ വ്യോമ ഉപരോധവും നടപ്പിലാവില്ല. എത്ര മരിച്ചാലും അവർ വീണ്ടും വീണ്ടും പൊട്ടിമുളച്ച് വരും എന്നാണ് അയാൾ പറയുന്നത്. തന്നെയുമല്ല, ഈ സൗദിയുമായി 8 കൊല്ലമായി നിരന്തരമായി യുദ്ധം ചെയ്യുന്ന ആൾക്കാരാണ്. എന്നിട്ടും അവർക്ക് ഒന്നും സംഭവിച്ചില്ല. ഇനി ഇസ്രായേലോ അമേരിക്കയോ ഒന്നും വിചാരിച്ചാൽ ഈ ഹൂത്തികളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അയാൾ എടുത്തു പറയുന്നുണ്ട്. ലോകം ഹൂത്തികൾക്ക് പിന്നാലെ പോകേണ്ടി വരും. അതാണിപ്പോൾ ചെങ്കടലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കപ്പലും അവർ കടത്തിവിടില്ല. പറയുന്നത് ചെയ്യുന്നവരാണ് ഹൂത്തികൾ. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ആണവ നിലയങ്ങൾ ഹൂത്തികൾ ആക്രമിക്കുമെന്ന് പറയുന്നത് നിങ്ങൾ നിസ്സാരമായി കാണരുത് എന്ന് അയാൾ സയനിസ്റ്റുകളെ താക്കീത് ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം മറ്റൊരു വീഡിയോ കൂടി നിങ്ങളെ ഞാൻ കാണിക്കുകയാണ്. കഴിഞ്ഞ മാസം ലെബനനിൽ വെച്ച ഹിസ്ബുള്ളയുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഇസ്രായേലി സൈനിക ഭീകരൻ 20 വയസ്സുള്ള ഗുർ കെഹാദിയുടെ അനുസ്മരണ ചടങ്ങ് നടക്കുന്ന ഒരു വീഡിയോ ആണിത്. അതിൽ അയാളുടെ അച്ഛൻ ഈ ഇസ്രായേലി ഗവൺമെൻറ്റിനെ ചീത്ത വിളിക്കുകയാണ്. യുദ്ധക്കൊതി മൂലം അയൽ രാജ്യങ്ങളുമായിട്ടെല്ലാം യുദ്ധം ചെയ്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു എന്നാണ് അയാൾ വളരെ രോഷത്തോടു കൂടി സംസാരിക്കുന്ന വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. למה? 30 שלנו לפני כמה ימים, למה?